ദൈവത്തിന് സ്തോത്രം. എക്സൽ സൺഡേ സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 എന്നുള്ള ദൈവമേ, മനസ്സിലൂടെ കർത്താവേ എന്നുള്ള സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളായി ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തുതിക്കുന്നു. അതിന് പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവതരത്തിൽ ഏൽപ്പിക്കുന്നു. പഠിക്കുന്ന അതിനാളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാനും ദൈവനാമത്തിൽ പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി തീരുവാനും ദൈവം സഹായിക്കണമേ. അവിടുത്തെ കരങ്ങൾ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പൽക്കാലം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാലും കൈവിടപ്പെട്ടതായ വ്യക്തികളെ ആരാലും കൈവിടപ്പെടുന്നതായ വ്യക്തികളെ ദൈവം ചേർത്ത് കൊള്ളുന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതിനായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പഠിക്കുവാനിടെ ആകും. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് മോവാബിയ ദേശത്ത് നിന്ന് നഹോമിയും തൻ്റെ മരുമകളായ രൂത്തുമായിട്ട് ബെത്ലഹേമിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചാണ്. ബെത്ലഹേമിലേക്ക് കടന്നു വരുമ്പോഴേക്കും അവർ വളരെ പ്രതീക്ഷയോടെ മോവാബിയ ദേശത്തേക്ക് പോയതായിരുന്നു നഹോമി. എന്നാൽ വളരെയധികം ദുഃഖത്തോടെ താൻ രൂത്തുമായിട്ട് മടങ്ങി വന്നതാണ്. എന്നാൽ രൂത്ത് ബെത്ലഹേമിലേക്ക് വരുമ്പോഴേക്കും തനിക്ക് ആശ്രയിക്കുവാനായിട്ട് ഒരു വ്യക്തികളും ഇല്ലായിരുന്നു. എന്നാൽ അവിടെ കടന്നു വന്നതായി മോവാബിൽ നിന്ന് ബെത്ലഹേമിലേക്ക് കടന്നു വരുന്ന ആ സമയം വളരെ യവക്കൊയ്ത്തിൻ്റെ സമയമായിരുന്നു. വളരെ സമൃദ്ധിയുടേതായ സമയമായിരുന്നു. താൻ ഭവനത്തിൽ വന്ന സമയത്ത് തന്നെ അല്പം പോലെ നിൽക്കാതെ താൻ യവം കൊയ്യുന്നതായ വയലിലേക്ക് പോകുവാനിടയായി. താൻ ആദ്യം കണ്ടതായ ഒരു വയലിൽ കുറേ ജോലിക്കാർ കൊയ്തുകൊണ്ട് നിൽക്കുന്നത് കാണുവാനിടയായി. അവരുടെ ഇടയിൽ ചെന്ന് അവർ കൊയ്ത് പോകുന്നതിന് പുറകിലായിട്ട് പറക്കുവാൻ അനുവാദം ചോദിച്ചു. ആ കൊയ്തുകൊണ്ടിരുന്നതായ വ്യക്തികൾ അനുവാദം കൊടുത്തു. അതനുസരിച്ച് രൂത്ത് അവിടെ നിന്ന് അവർ കൊയ്തു പോകുന്നതിൻ്റെ പുറകിൽ വീഴുന്നതായ മണികൾ പറക്കിക്കൊണ്ടിരുന്നു. കുറേ സമയം കഴിയുമ്പോഴേക്കും ആ വയലിൻ്റെ ഉടമസ്ഥനായിരുന്ന ബോവസ് കടന്നു വരുവാനിടയായി. ബോവസ് കടന്നു വന്നതിന് ശേഷം തൻ്റെ ബാല്യക്കാരോട് താൻ സംസാരിക്കുമ്പോൾ തൻ്റെ കണ്ണിൽ താൻ ആദ്യമായിട്ട് കണ്ട ഒരു യുവതിയെ കാണുവാനിടയായി. തൻ്റെ ബാല്യക്കാരോട് ബോവസ് ചോദിച്ചു, ഈ യുവതി ആരാകുന്നു? അപ്പോൾ ബാല്യക്കാർ ബോവസിനോട് പറഞ്ഞു, ഇത് മോവാബ് ദേശത്ത് നിന്ന് നഹോമിയോട് കൂടെ വന്ന രൂത്താകുന്നു. വന്ന സമയത്ത് തന്നെ താൻ അല്പം പോലും ഭവനത്തിൽ നിന്നില്ല. താൻ കടന്നു വന്ന് ഞങ്ങൾ കൊയ്യുന്നതിൻ്റെ നെൽമണികൾ പറക്കിക്കൊള്ളട്ടെ എന്ന് ചോദിച്ച് ഞങ്ങൾ അനുവാദം കൊടുത്തനുസരിച്ച് താൻ ഇതുവരെയും പറക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ബോവസിന് രൂത്തിനെ കണ്ടപ്പോൾ വളരെയധികം അവളോട് അലിവ് തോന്നുവാനിടയായി. ബോവസ് രൂത്തിനോട് പറഞ്ഞു, കേട്ടോ മകളെ, നീ വേറെങ്ങും പറക്കുവാൻ പോകണ്ട, ഇവിടെയും വേണ്ട, ഇവരോട് എൻ്റെ ബാല്യക്കാരോട് ചേർന്ന് പറക്കിക്കൊള്ളുക. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ കൂടെ ചെന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളുവാനുള്ള അനുവാദം രൂത്തിന് കൊടുക്കുവാനിടയായി. അതനുസരിച്ച് താൻ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ കൂടെ പോയി. ബോവസ് അവൾക്ക് മലര് വിളമ്പിക്കൊടുത്തു. അവൾ കഴിച്ച് ശേഷിക്കുകയും ചെയ്തു. ബാല്യക്കാർ കോരി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിച്ചു കൊടുക്കാനുള്ള അനുവാദം അവൾക്ക് കൊടുത്തു ബോവസ്. അതനുസരിച്ച് അവൾ വെള്ളവും കുടിച്ചു. അവൾ വളരെ സന്തോഷത്തോടെ വൈകുന്നേരം വരെയും അവൾ പറക്കി യവുമായിട്ട് സന്തോഷത്തോടെ തൻ്റെ അമ്മാവിയമ്മയായ നവോമിയുടെ അടുക്കലേക്ക് മടങ്ങി വന്നു. അവൾ കൊണ്ടുവന്നതായ യവം കണ്ടപ്പോൾ അവളുടെ അമ്മാവിയമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നി. ഇന്ന് എവിടെയാകുന്നു നീ ഇതുവരെയും ജോലി ചെയ്തെന്ന് ചോദിച്ചു. അവളുടെ ജീവിതത്തിൽ അവൾക്ക് വേണ്ടി ദൈവം ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച് രൂത്ത് അമ്മാവിയമ്മയോട് പറഞ്ഞു കൊടുക്കാനിടയായി. വളരെ സന്തോഷം തോന്നിയ അമ്മാവിയമ്മ പറഞ്ഞു, അത് മറ്റാരുമല്ല, നമ്മുടെ ചാർച്ചക്കാരനായ ബോവസ് ആകുന്നു. നീ അവൻ്റെ വയലിൽ തന്നെ അവരുടെ ബാല്യക്കാരോട് കൂടെ തന്നെ ജോലി അവിടെ തന്നെ ആ വയലിൽ തന്നെ ചെന്ന് അവരോട് കൂടെ കൂടിക്കൊള്ളുവാൻ നവോമി പറയുവാനിടയായി. അതനുസരിച്ച് രൂത്ത് ആ യവക്കൊയ്ത്തിൻ്റെ കാലങ്ങൾ തീരുന്നത് വരെയും ബോവസിൻ്റെ ബാല്യക്കാരോട് ചേർന്ന് താനും ജോലി ചെയ്യുവാനിടയായി. അങ്ങനെ താൻ നന്മ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അമ്മാവിയമ്മ തനിക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം ഒരുക്കേണ്ടതിന് ആ ബോവസിൽ കൂടെ തന്നെ രൂത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി. അതനുസരിച്ച് നല്ല ബോവസാകുന്ന തൻ്റെ ചാർച്ചക്കാരനായ നല്ല ബോവസ് തന്നെ തനിക്കൊരു വിശ്രാമ സ്ഥലമായി തീരുവാൻ
ഇതായിട്ടാണ് ഈ കഥയിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു കർത്താവിൻ്റെ ആ നല്ല വയലിലേക്ക് ആണ് നമ്മൾ പറക്കുന്നത്. ലോകത്തിൽ ഒരുപാട് വയലുകളുണ്ട്. ലോകമാകുന്ന വയലിലേക്ക് പോയി നമ്മൾ പറക്കി ലോകത്തിൽ നശിച്ചു പോകുന്നതിനേക്കാൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വയലിൽ ചെന്ന് നല്ല നെൽമണികളെ പറക്കി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. അതിനായിട്ട് പ്രിയ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എന്ന് പറയുകയാണ്. അതിനനുസരിച്ച് നമുക്കൊരു വാക്യം കൂടെ പഠിക്കുവാനിടയാകും. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർ എല്ലാവർക്കും അറിയാം. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പൽക്കാലം ദൈവത്തിലായിരിക്കാൻ കർത്താവ് ഇത്രയും സമയമായിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവെ. ഇന്ന് പകൽക്കാലം പഠിച്ചതായ ദൈവവചനം അത് പ്രിയ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വളരെ ആഴമായി പതിവാനും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കണമേ. നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങളുടെ അധ്യയനം കാര്യം ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.